ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു കൊള്ളി സ്റ്റൂ ഉണ്ടാക്കിയാലോ. ഇതിനു വേണ്ടി 2 കഷ്ണം കൊള്ളി തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. കൂട്ടത്തിൽ ഒരു വലിയ സവാളയും കൂടി അരിഞ്ഞ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും എരിവിനാവശ്യത്തിന് പച്ചമുളകും നീളത്തിൽ അരിഞ്ഞെടുത്ത് അതും കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് കുക്കർ അടച്ച് അടുപ്പത്ത് വെച്ച് 4-5 വിസിലടുപ്പിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. കാരണം കൊള്ളി നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടണം. അപ്പോൾ എയറൊക്കെ പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കി കൊള്ളി നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. കറിക്ക് നന്നായിട്ട് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും. ഇത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റിയായ കൊള്ളി സ്റ്റൂ തയ്യാറായി. ഇഡലിക്കും ദോശയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ് ഈ കൊള്ളി സ്റ്റൂ. ഇതുണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ കൊള്ളി സ്റ്റൂ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ.